2-2 അതാണ് ഗോൾ നില. 2 ഗോൾ ന്യൂസിലാൻഡ് അടിക്കുന്നു. അതിന് മറുപടിയായി ഇറാന്റെ വക 2 ഗോൾ. 2 തവണയും പിന്നിൽ നിന്ന് പൊരുതി കയറിയാണ് ഇറാൻ സമനില പിടിച്ചത്. ജയത്തോളം പോകുന്ന ഒരു സമനില എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മൈതാനത്ത് കളിക്കാനിറങ്ങുന്ന താരങ്ങളുടെ മനസ്സ് സങ്കുലിതമാകുന്നത് പലപ്പോഴും കാണികളുടെ ഒരു റിയാക്ഷൻസിലൂടെയാണ്. അത്തരത്തിൽ സ്റ്റേഡിയം ഒന്നാകം എതിരെ നിന്ന് അവിടെ മത്സരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. എന്നാൽ മത്സരത്തിന്റെ തുടക്കം മുതൽ ആക്രമണ ശൈലിയാണ് ഇറാൻ പുറത്തെടുത്തത്. നിരന്തരമായി ന്യൂസിലാൻഡിന്റെ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറുന്നു, ഗോളുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പ് ജിയിലെ അതിശക്തമായ ഒരു മത്സരം തന്നെയാണ് അല്പസമയം മുമ്പ് അവസാനിച്ചത്. ഇരു ടീമുകളും 2-2 എന്ന രീതിയിൽ തുല്യത പാലിച്ച് ആ മത്സരം അവസാനിക്കുന്നു. ആദ്യം മുതൽ തന്നെ ന്യൂസിലാൻഡ് ലീഡ് എടുക്കുന്നു. 7-ാം മിനിറ്റിൽ ആദ്യ ഗോൾ പിറക്കുന്നു. അതിനുശേഷം 32-ാം മിനിറ്റിൽ ഇറാൻ മറുപടി ഗോൾ നൽകുന്നു. അങ്ങനെ ആദ്യ പകുതിയിൽ 1-1 പിരിയുന്നു. പിന്നീട് രണ്ടാം പകുതിയിലും നമ്മൾ കണ്ടത് ആക്രമണ ഫുട്ബോൾ തന്നെയായിരുന്നു. പലപ്പോഴും ഈ ആക്രമണ ഫുട്ബോൾ നടന്നപ്പോൾ ഈ ടീമുകൾ തമ്മിലുള്ള പരുക്കൻ രീതിയിലേക്ക് കളികൾ മാറുന്നു. കൂടുതൽ ഫൗളുകൾ ഉണ്ടാകുന്നു. റഫറിക്ക് പലപ്പോഴും കാർഡുകൾ പുറത്തിറക്കേണ്ടി വരുന്നു. അത്തരത്തിൽ മത്സരം അതിൻ്റെ എല്ലാ രീതിയിലും മികച്ച മത്സരമായി തന്നെ മാറുന്നു. 55-ാം മിനിറ്റിൽ വീണ്ടും ഏലിയ ജസ്റ്റിലൂടെ ന്യൂസിലാൻഡ് ലീഡെടുത്ത് മുന്നേറി നിൽക്കുന്നു. 64-ാം മിനിറ്റിൽ ഇറാൻ സമനില ഗോൾ നേടുന്നു. അങ്ങനെ വലിയ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾക്കിടയിൽ തങ്ങളുടെ താരങ്ങൾ നിൽക്കുമ്പോഴും ജയത്തോടൊപ്പം തീർന്ന ഒരു സമനിലയാണ് ഇറാൻ നേടിയിട്ടുള്ളത്. ഇറാന്റെ 7ാം ലോകകപ്പാണിത്. എന്നാൽ ഇതുവരെ ഒരു നോക്കൌട്ട് കളിക്കാൻ ഇറാന് സാധിച്ചിട്ടില്ല. ഈ ലോകകപ്പിൽ ഒരു നോക്കൌട്ട് ലക്ഷ്യമിട്ടാണ് ഇറാൻ എത്തിയിരിക്കുന്നത്.